आप उसकी लड़ाई लड़िए, लड़ाई लड़ी जाएगी, लड़ाई को आप लड़ेंगे, उसको न्याय उसके दिलाएंगे। हमें जाने दो दिल्ली, लोकसभा में जाने दो। मोदी के सामने हम बात रखेंगे, न्याय लग रहा तो हम इस्तीफा दे देंगे, लोकसभा से हम इस्तीफा दे देंगे। हम बचा लेंगे, हम बेटी की इज्जत बचाने में नाकामयाब हो रहे हैं। इतिहास क्या कहेगा? मारामारी में इतिहास सैकड़ों साल बाद क्या कहेगा? आप बहुत लड़ाई लड़े हैं मंत्री, बिटिया के साथ ये हो गया। आपने कितने लोगों को न्याय दिलाया? को आपने न्याय दिलाया है, फिर न्याय मिलेगा। आपने बड़े से बड़े मामले दिलाया, लेकिन ये तो इतिहास का सबसे बड़ा मुद्दा हो गया, सबसे बड़ी घटना है। जी जी, बहुत बड़ी घटना साथ में है। कहाँ हो सीता मैया, कहाँ हो? हमें जाने दो दिल्ली, हम इसकी बात देंगे। मैंने आप लड़ाई को आप लड़ेंगे, नहीं देना, न्याय दिलाना है, न्याय दिलाना। आप तो हर लड़ाई को लड़ते हैं, लड़ना है, परिवार को न्याय दिलाना है, दोषियों को फांसी दिलानी है, इस्तीफा नहीं देना है। आपको इस्तीफा देने के लिए नहीं, परिवार को न्याय दिलाने के लिए, ऐसे दोषियों को सजा दिलाने के लिए आपको चुना गया है। अयोध्या को सुरक्षित रखने के लिए आपको सांसद बनाया। और क्या, जो भी दुर्दान अपराधी है बख्शे नहीं जाएंगे। आज अफसोस है। ഈ പൊട്ടിക്കരയുന്നത് രാജ്യത്ത് ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യ മുന്നണിയുടെ എംപിയാണ്. രാഹുലിനോട് ചേർന്നിരിക്കുന്ന എംപി. അയോധ്യയിൽ ബിജെപിയെ നിലം പരിശാക്കിയ എംപി അവധേഷ് പ്രസാദ്. യുപിയിൽ ബിജെപിക്ക് അടി തെറ്റിയതോടുകൂടിയാണ് മോദിയുടെ മൂന്നാം ഊഴം ഇങ്ങനെ നായിഡുവിന്റെയും നിതീഷിന്റെയൊക്കെ മുൻപിൽ അടിയറ വെക്കേണ്ടി വന്നത്. അതിന് കാരണം ഇതേ അവധേഷ്. ഇനി ഈ കരച്ചിൽ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഉത്തർപ്രദേശിലെ അയോധ്യയിൽ 22കാരിയായ ദളിത് യുവതിയുടെ മരണത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുന്നതാണ് ഈ കാണുന്നത്. കനാലിൽ നിന്നും നഗ്നമായ നിലയിൽ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വൈകാരികമായ പ്രതികരണം. വികാരധീരനായ എംപി യുവതിക്ക് നീതി ലഭിച്ചില്ല എങ്കിൽ രാജിവെക്കുമെന്നും പ്രതികരിക്കുന്നതിൻ്റെത് കൂടിയാണിത്. നിങ്ങൾ അവർക്ക് വേണ്ടി പോരാടണം, അവൾക്ക് നീതി ലഭ്യമാക്കണം. ഞാൻ ലോകസഭയിൽ മോദിക്ക് മുന്നിൽ വിഷയം ഉന്നയിക്കും. നീതി ലഭിച്ചില്ല എങ്കിൽ ഞാൻ രാജിവെക്കും. അദ്ദേഹത്തിന്റെ വാക്കുകളാണിത്. തനിക്ക് പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നും ഇതെങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞ് തേങ്ങിക്കരയുന്ന എം പിയാണ് നമ്മൾ ഈ കണ്ടത്. സമീപമുള്ളവർ എം പിയെ സമാധാനിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. നീതി ലഭിച്ചില്ലെങ്കിൽ താൻ രാജിവെക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളെ തെരഞ്ഞെടുത്തത് ജനങ്ങൾക്ക് വേണ്ടി പോരാടാനാണ് എന്ന് പറഞ്ഞാണ് സഹപ്രവർത്തകർ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നത്. വ്യാഴാഴ്ച രാത്രി മുതൽ യുവതിയെ കാണാതായിരുന്നു. തുടർന്നുള്ള പരിശോധനയിൽ സഹോദരിയുടെ ഭർത്താവാണ് ഗ്രാമത്തിൽ നിന്നും 500 മീറ്റർ അകലെയുള്ള കനാലിൽ നിന്നും മൃതദേഹം കണ്ടെത്തുന്നത്. യുവതിയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടിട്ടുണ്ടെന്നും ശരീരത്തിൽ നിറയെ പരിക്കുകളും ചതവുകളും ഉണ്ടെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. മാത്രവുമല്ല, യുവതിയുടെ 2 കൈകളും കാലുകളും കയറുപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു. ആഴത്തിലുള്ള മുറിവുകളും ഇതേ ശരീരത്തിലുണ്ട്. ഒരു കാൽ ഒടിഞ്ഞ നിലയിലായിരുന്നു. ശരീരത്തിലെ ക്രൂരമായ മുറിവുകൾ കണ്ടതിന് പിന്നാലെ യുവതിയുടെ സഹോദരിക്കും മറ്റു 2 സ്ത്രീകൾക്കും ബോധക്ഷയവും ഉണ്ടായി. വെള്ളിയാഴ്ച പരാതി ലഭിച്ചതിന് പിന്നാലെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെന്ന് സർക്കിൾ ഓഫീസർ അശുതോഷ് തിവാരിയും പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മകളെ കാണാതായതിന് പിന്നാലെ പരാതി നൽകിയിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ കാര്യമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് കുടുംബം ഇവിടെ ആരോപിക്കുന്നുണ്ട്.